നമ്മുടെ ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്ന രക്തക്കൊഴലുകളിൽ ബ്ലോക്ക് വന്ന് രക്തയോട്ടം കുറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് നെഞ്ചുവേദന, കിതപ്പ്, ക്ഷീണം ഒക്കെ അനുഭവപ്പെടുന്നത്. ഈ രക്തയോട്ടം വീണ്ടും കുറഞ്ഞ് പൂർണ്ണമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഹാർട്ട് അറ്റാക്കിലേക്കൊക്കെ വഴിമാറിപ്പോകുന്നു. ഇങ്ങനെ ബ്ലോക്ക് വന്ന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് സ്റ്റെൻഡ് ഇട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന യുവാക്കൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെ സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞാൽ അത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണോ? ഈ സ്റ്റെൻഡ് ഇട്ട ഭാഗത്ത് വീണ്ടും ബ്ലോക്ക് വരാനോ അല്ലെങ്കിൽ ബ്ലഡ് കട്ട പിടിക്കാനോ ഉള്ള സാധ്യതകളുണ്ടോ? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. വെൽക്കം ടു ഡോക്ടർ മൻസൂർ ടോക്സ്. ഒരിക്കൽ നെഞ്ചുവേദനയായിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് വന്നിരുന്നു. നമ്മൾ ECG എടുത്ത് നോക്കിയപ്പോൾ അതൊരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. പ്രാഥമിക ചികിത്സ നൽകി ഒരു ഹയർ സെൻറ്ററിലേക്ക് ആ പേഷ്യൻറ്റിനെ നമ്മൾ അപ്പോൾ തന്നെ റെഫർ ചെയ്തു. ഇതേ പേഷ്യൻ്റ് അന്ന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് മാസം 1 തികയുന്നതിന് മുന്നേ വീണ്ടും വന്നു. അതേ കംപ്ലൈൻറ്റ് നമ്മൾ വീണ്ടും ഒരു ECG എടുത്ത് നോക്കിയപ്പോൾ അന്നുണ്ടായിരുന്ന അതേ മാറ്റങ്ങൾ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു മാസം മുന്നേ ഇതേ പ്രശ്നത്തിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത പേഷ്യൻ്റാണ് വീണ്ടും അതേ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ എന്തായാലും ലോഡിംഗ് ഡോസ് അഥവാ പ്രാഥമിക ചികിത്സ നൽകി വീണ്ടും ഹയർ സെൻറ്ററിലേക്ക് റെഫർ ചെയ്തു. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്സ് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് രേഖപ്പെടുത്തിയത് ഇപ്രകാരമായിരുന്നു: സ്റ്റെൻഡ് ത്രോംബോസിസ്. ശരിക്കും ഇവിടെ എന്താണ് ഈ കേസിൽ സംഭവിച്ചതെന്ന് നോക്കാം. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് ആദ്യം രക്തക്കുഴലിനുള്ളിൽ ഈ ബ്ലോക്ക് വന്ന ഭാഗം ഒരു ബലൂൺ ഇൻഫ്ലേഷനിലൂടെ വികസിപ്പിക്കുന്നു. ഇങ്ങനെ വികസിപ്പിക്കുമ്പോൾ ഈ ബ്ലോക്കിനെ എന്ത് ചെയ്യുന്നു? 2 വശങ്ങളിലേക്ക് ബ്ലോക്കിനെ വശങ്ങളിലേക്ക് തള്ളി മാറ്റുന്നു. നമ്മൾ ഇങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഈ ബ്ലോക്ക് വീണ്ടും വരാനും പഴയ പോലെ രക്തയോട്ടത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വികസിപ്പിച്ചതിന് ശേഷം ഒരു മെറ്റൽ സ്റ്റെൻഡ് അവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ മെറ്റൽ സ്റ്റെൻഡ് ഇടുകയാണെങ്കിൽ ഈ ബ്ലോക്ക് വീണ്ടും വരാതെ രക്തയോട്ടം തുടർന്ന് കൊണ്ടേയിരിക്കും. ഇങ്ങനെ നമ്മൾ സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അവിടെ എന്താണ് സംഭവിക്കുക? സ്റ്റെൻഡ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ മെറ്റീരിയലാണ്. മറ്റേതൊരു ഫോറിൻ സബ്സ്റ്റൻസിനോടും ശരീരം എങ്ങനെ പ്രതികരിക്കുമോ അതുപോലെ തന്നെയാണ് ഈ സ്റ്റെൻഡിനോടും പ്രതികരിക്കുക. ഈ സ്റ്റെൻഡുകളെ രക്തക്കുഴലിൻ്റെ ഭിത്തിയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് അവയെ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു തൊലി വന്ന് മൂടും. ഇങ്ങനെ മൂടിക്കഴിഞ്ഞാൽ കാലക്രമേണ ഈ സ്റ്റെൻഡ് രക്തക്കുഴലുകളുടെ ഭിത്തിയോട് ചേർന്ന് എന്നേക്കുമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് മാറും. നമ്മൾ ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ബെയർ മെറ്റൽ സ്റ്റണ്ടുകളാണ്, അഥവാ BM സ്റ്റണ്ടുകളാണ്. ഈ സ്റ്റണ്ടിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ സ്റ്റണ്ടുകളെ രക്തക്കുഴലിൻ്റെ ഭിത്തിയോട് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ തൊലി വന്ന് മൂടും എന്ന് പറഞ്ഞിരുന്നില്ലേ? ഈ പ്രക്രിയ BM സ്റ്റണ്ടുകളിൽ വളരെ കൂടുതലായിട്ട് കണ്ടിരുന്നു. അതായത് നാച്ചുറലായിട്ട് ഈ സ്റ്റെൻഡിനെ ടിഷ്യൂ വന്ന് കവർ ചെയ്ത് കഴിഞ്ഞാലും ഈ ടിഷ്യൂ ഗ്രോത്ത് നിൽക്കുന്നില്ല. അത് വീണ്ടും വളർന്ന് സ്റ്റെൻഡിനുള്ളിലേക്ക് വ്യാപിച്ച് പിന്നീട് അത് രക്തയോട്ടത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു ബ്ലോക്കായിട്ട് റീസ്റ്റിനോസിസ് ആയിട്ട് മാറുമായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ രോഗികൾക്ക് വീണ്ടും പഴയ പോലെ കിതപ്പും നെഞ്ചുവേദനയും ക്ഷീണമൊക്കെ അനുഭവപ്പെട്ടിരുന്നു. ഇതിനൊരു പരിഹാരമായിട്ടാണ് ഡ്രഗ് എലൂട്ടിംഗ് സ്റ്റണ്ടുകൾ അഥവാ DES സ്റ്റണ്ടുകൾ വന്നത്. ഈ സ്റ്റണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സസ് ആയിട്ടുള്ള അമിതമായിട്ടുള്ള ടിഷ്യൂ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മരുന്നുകൾ ഈ സ്റ്റെൻഡിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടാവും. 3 മുതൽ 6 മാസത്തോളം സമയം ഈ സ്റ്റണ്ടുകൾ ഇത്തരം മരുന്നുകൾ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എക്സസ് ആയിട്ടുള്ള ടിഷ്യൂ ഗ്രോത്ത് ഉണ്ടാവുകയില്ല. പക്ഷേ ഇങ്ങനെ ടിഷ്യൂ ഗ്രോത്ത് വല്ലാണ്ട് കുറയുമ്പോൾ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. അതായത് നാച്ചുറലായിട്ട് നമ്മൾ സ്റ്റെൻഡിനെ തൊലി വന്ന് മൂടണം, അല്ലേ? തൊലി വന്ന് മൂടി അത് ഭിത്തിയോട് ചേരണം. പക്ഷേ ഈ ടിഷ്യൂ ഗ്രോത്തിന് നമ്മൾ ഈ മരുന്ന് വെച്ച് ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ഈ പ്രക്രിയ അതും വൈകും. അങ്ങനെ സംഭവിക്കുമ്പോൾ തൊലി വന്ന് മൂടാതെ ഭിത്തിയോട് ചേരാതെ പുറത്ത് എക്സ്പോസ്ഡ് ആയിട്ട് ഈ സ്റ്റണ്ട് ദീർഘകാലം രക്തക്കുഴലിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവിടെയുള്ള റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകുന്ന ബ്ലഡ് നേരിട്ട് ഈ സ്റ്റെൻഡുമായിട്ട് ദീർഘകാലം കോൺടാക്റ്റിൽ വരും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റെൻഡിനകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ ക്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റെൻഡ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. സ്റ്റെൻഡിനകത്ത് രക്തം കട്ട പിടിക്കുന്നതിനെയാണ് സ്റ്റെൻഡ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പേഷ്യൻറ്റിൽ സംഭവിച്ചത് ഇതാണ്. ഇങ്ങനെ സ്റ്റെൻഡ് ത്രോംബോസിസ് സംഭവിക്കുകയാണെങ്കിൽ അതൊരു മെഡിക്കൽ എമർജൻസിയാണ്. ഹാർട്ട് അറ്റാക്ക് എങ്ങനെയാണോ വരിക അതേ ലക്ഷണങ്ങളുമായിട്ടാണ് പേഷ്യൻ്റ് നമ്മുടെ മുന്നിലേക്ക് വരിക. സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ഇതുപോലെ രക്തം കട്ട പിടിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഏർലി സ്റ്റെൻഡ് ത്രോംബോസിസ് എന്ന് പറയും.
1 മാസത്തിനും 1 വർഷത്തിനും ഉള്ളിലാണെങ്കിൽ ലേറ്റ് സ്റ്റെൻഡ് ത്രോംബോസിസ് എന്നും അതുപോലെ 1 വർഷത്തിന് ശേഷമാണെങ്കിൽ വെരി ലേറ്റ് സ്റ്റെൻഡ് ത്രോംബോസിസ് എന്നും പറയും. ഈ ഒരു സാധ്യത, അതായത് സ്റ്റെൻഡിനുള്ളിൽ ബ്ലഡ് കട്ട പിടിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടിട്ടാണ് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ പേഷ്യൻസിന് ഡോക്ടർമാർ 2 തരത്തിലുള്ള ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മരുന്നുകൾ കൊടുക്കുന്നത്. ഒന്ന് ആസ്പിരിൻ ആയിരിക്കും, മറ്റേത് ക്ലോപ്പിഡോഗ്രലോ ടൈക്കാഗ്ലറോ അതുപോലെയുള്ള മറ്റേതെങ്കിലും ഒരു മരുന്ന് കൂടെ കൊടുക്കും. ഈ 2 ആൻറ്റിപ്ലേറ്റഡ് മരുന്നുകളുടെ കവറേജ് നിർബന്ധമാണ്. കാരണം തൊലി വന്ന് മൂടാതെ സ്റ്റണ്ട് അവിടെ നിൽക്കുകയാണ് കുറച്ച് കാലത്തേക്ക്. സോ ആ സമയം നമുക്ക് 2 മരുന്നുകളുടെ കവറേജ് വേണം. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സെക്കൻഡ് ജനറേഷൻ DES സ്റ്റണ്ടുകൾക്ക് ഇങ്ങനെ ഈ സ്റ്റണ്ട് ത്രോംബോസിസ് ഒക്കെ വളരെ കുറവാണ്. എന്നിരുന്നാലും സംഭവിക്കുന്നുണ്ട്. സോ നമുക്കതിൻ്റെ കാരണങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്പർ 1, ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കഴിയുമ്പോൾ ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ 2 തരത്തിലുള്ള ആൻറ്റിപ്ലേറ്റ്ലെറ്റ് മരുന്നുകൾ കൊടുക്കും എന്ന്. ഈ മരുന്നുകൾ രോഗി തന്നിഷ്ടപ്രകാരമോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും ഇൻഫ്ലുവൻസിലോ നിർത്തിക്കഴിഞ്ഞാൽ അത് സ്റ്റെൻഡിനകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസണാണ്. മരുന്നുകൾ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ റീസൺ. സോ അത് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്പർ 2, ഈ പ്രൊസീജിയർ ആൻജിയോപ്ലാസ്റ്റി പ്രൊസീജിയർ ചെയ്യുന്നതിനടക്കുള്ള കുറച്ച് പ്രശ്നങ്ങൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സ്റ്റെൻഡ് ഭിത്തിയോട് ചേർന്ന് ഫിറ്റായിട്ട് നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ സ്റ്റെൻഡിൻ്റെ വശങ്ങൾ അറ്റങ്ങൾ വേറിട്ട് നിൽക്കുക. ഇനി സ്റ്റെൻഡിൻ്റെ സൈസും അതുപോലെ ബ്ലഡ് വെസലിൻ്റെ സൈസും തമ്മിൽ മിസ്മാച്ച് വരിക, വ്യത്യാസങ്ങൾ വരിക. അപ്പോൾ കറക്റ്റായി ഫിറ്റായിട്ട് നിൽക്കില്ല. അങ്ങനെയാകുമ്പോൾ സ്റ്റെൻഡ് ത്രോംബോസിസ് സംഭവിക്കും. ഇനി മാത്രമല്ല നമ്മുടെ ബ്ലോക്കിൻ്റെ നീളം കൂടുക. ബ്ലോക്കിൻ്റെ നീളം കൂടുമ്പോൾ സ്റ്റെൻഡുകളുടെ എണ്ണം കൂടും. സ്റ്റെൻഡിൻ്റെ എണ്ണം കൂടുമ്പോൾ അത് ബ്ലോക്ക് ആവാൻ, അതിനകത്ത് ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ചാൻസസ് കൂടും. 2 അതിൽ കൂടുതലോ സ്റ്റെൻഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഓവർലാപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോഴും അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ രോഗിക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഇത്തരത്തിൽ സ്റ്റെൻഡ് ത്രോംബോസിസിൻ്റെ സാധ്യതകളുണ്ട്. പിന്നെ പൊതുവെ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലുള്ള ആളുകളുണ്ട്. അവർക്കും ഇത്തരത്തിൽ സ്റ്റെൻഡിനകത്ത് ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യതകളുണ്ട്. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു സ്റ്റെൻഡ് ഇട്ടു എന്ന് കരുതിയിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആവുന്നില്ല. ഈ സ്റ്റെൻഡിന് നമ്മൾ നല്ലപോലെ കെയർ ചെയ്യണം. പ്രത്യേകിച്ച് ആ 2 മരുന്നുകൾ കഴിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും നമ്മൾ ചെയ്യാൻ പാടില്ല. മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിക്കണം. പിന്നെ പ്രൊസീജിയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറേഴ്സ് വരികയാണെങ്കിൽ അതിന് രോഗിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ ഷുഗറും പ്രഷറുകളുള്ള ആളുകൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. സോ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആളുകളുടെ അറിവിലേക്കായി വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്